നോക്കി എന്റെ ഉമ്മ വന്നിട്ടുണ്ട്. ഞാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം. എന്തെങ്കിലും വശപ്പശ തോന്നിയാലേ നിങ്ങൾ അങ്ങോട്ട് വരിട്ടോളി, അല്ലെങ്കിൽ മൊത്തം കയ്യിൽ പോകും. അത് ഞാൻ ഏറ്റു. എന്തായാലും നിന്റെ ഉമ്മാന്റെ പേരിലുള്ള ആ ഹൈവേന്റെ അടുത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മുടെ പേരിലേക്ക് മാറ്റണം. ഉമ്മ അങ്ങനെയൊന്നും തരില്ല, നല്ല ബുദ്ധിയാണ്. ആ ശരി, ഞാൻ പോയി പറഞ്ഞു തുടങ്ങട്ടെ. എന്തെങ്കിലും എന്റെ സംസാരത്തിൽ പ്രശ്നം തോന്നിയാലേ നിങ്ങൾ അങ്ങോട്ട് വരി. ആ ശരി, ഞാൻ വരാൻ അങ്ങോട്ട്. ഉമ്മ എന്താ അവിടെ തന്നെ നിൽക്കണ്? അങ്ങോട്ട് വരീ, വിളിക്ക്. ആ ചീരിയിലൊക്കെ ഇത്തിരി വെള്ളം നനച്ചുകൂടെ എനിക്ക്? നോക്ക്, ആ വെയിലത്ത് അതൊക്കെ വാടി കരിഞ്ഞു നിൽക്കണ്. ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ തന്നെ പെടാപ്പാട് പെടുകയാണ്, അപ്പോഴല്ലേ പിന്നെ ചീര ജീവിക്കാൻ പെടാപ്പാട് പെടുകയെ. എന്തു പറ്റി? അവനക്ക് കച്ചവടമൊക്കെ ഇല്ലേ? കച്ചവടമൊക്കെ കണക്കാണമ്മ. ഓണം കയറാൻ മൂലിയിൽ ഒരു ചെരുപ്പ് കടയുണ്ടെന്ന് വെച്ചിട്ട് അതിൽ ആള് കയറണ്ടേ? ആള് കയറിയാൽ തന്നെയല്ലേ വല്ല പൈസയും കയ്യിൽ കിട്ടുള്ളൂ. ഉമ്മ അങ്ങോട്ട് ഉള്ളിലേക്ക് വരിയമ്മ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ നല്ല ചൂടടിക്കുന്നു. ഉമ്മാന്റെ പേരിൽ കിടക്കണ ആ 20 സെന്റ് സ്ഥലമില്ലേ, ആ ഹൈവേന്റെ അടുത്ത്, അതെനിക്ക് ഇത്തിരി തരുമ്മ. ഞാൻ വാടക തരാം. അതിലൊരു ഷെഡ് പോലെ കെട്ടിട്ടേ ഒരു ചെരുപ്പ് കടയിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആൾക്കാരും വരുമല്ലോ, എന്നാൽ തന്നെ ഇത്തിരി കച്ചവടം ഉണ്ടാവുള്ളൂ ഉമ്മ. ആ സ്ഥലമാ വെറുതെ വേണ്ടമ്മ, ആ സ്ഥലത്തിന്റെ വാടക തരാ. അതെന്തായാലും വെറുതെ കിടക്കണ സ്ഥലമല്ലമ്മ. പിന്നെ കച്ചവടമൊക്കെ നല്ലോണം ഉണ്ടായിക്കഴിഞ്ഞാലേ ലാഭത്തിന്റെ ഒരു വിഹിതവും തരാ. ഇപ്പോൾ ഉള്ള കടയിൽ തന്നെ നിനക്ക് കച്ചവടം ഇല്ലാന്നല്ലേ പറയണത്. ഇനിയിപ്പോൾ ആ സ്ഥലത്ത് നീ കടയിട്ടിട്ട് അവിടെ എന്ത് കച്ചവടം ഉണ്ടാവാനാണ്? അവിടെ നിറയെ ആൾക്കാർ പോയി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലമ്മ. അപ്പം നല്ലോണം കച്ചവടം ഉണ്ടാവും. ഞാൻ ഉമ്മയുടെ അടുത്ത് വെറുതെ ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത്. ആ സ്ഥലത്തിന്റെ വാടക തരും നിങ്ങൾക്കേ, പിന്നെന്താണ്? അതിപ്പോ എനിക്ക് തരിക എന്ന് പറഞ്ഞാ ആ ഉമ്മ വന്നിട്ടുണ്ടായിരുന്ന കേട്ടമ്മ, നിങ്ങളുടെ മകളുടെ ആഗ്രഹം. ഉമ്മാന്റെ ആ സ്ഥലം ഉണ്ടല്ലോ, ആ ഹൈവേത്തെ, അതിൽ ഞാൻ ചെരുപ്പ് കട തുടങ്ങണത്രേ. ഉമ്മാക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നറിയാം. അപ്പൊ ഞാനും ഇവരുടെ അടുത്ത് പറഞ്ഞേ, ഉമ്മയും കൂടി ആ കടയിൽ വന്ന് നിൽക്കണമെങ്കിൽ മാത്രം തന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നു പറഞ്ഞു. ഉമ്മ വെറുതെ അവിടെ ഒരു കാഷ്യറായിട്ട് ഇരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ലാഭത്തിന്റെ ഒരു വിഹിതം ഉമ്മാക്ക് കൈയോടെ അങ്ങോട്ട് കൊണ്ടുപോകാലോ. എന്നാ പിന്നെ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടേ വേണ്ടത് എന്താ വെച്ചാ ചെയ്യ്. അപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഉമ്മക്ക് അതിനെപ്പറ്റി എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പൊ ഉമ്മ നാളെ തന്നെ അവളുടെ പേരിലേക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കി. രജിസ്റ്റർ ചെയ്യാനാ? അതിന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് അവിടെ ചെരുപ്പ് കട തുടങ്ങിയ പോരെ? അതല്ലമ്മ, എന്തെങ്കിലും ഭാവിയിലെ പോലീസ് കേസോ വല്ലതൊക്കെ വന്നാലോ, ബിസിനസ് അല്ലേ, ഒന്നും പറയാൻ പറ്റില്ലേ. അപ്പൊ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരില്ലേ? അപ്പൊ അവളാവുമ്പോ അവൾ ഞാനും കൂടി നോക്കിക്കോളുമല്ലോ. നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചു വേണ്ടത് പറഞ്ഞാൽ മതി, അപ്പൊ അവള് തിരിച്ചു ഒപ്പിട്ടേരും. അതെ. ആലോചിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഉമ്മ, നീയേ ഉമ്മക്ക് നല്ല മട്ടൻ കുറുമയും നെയ്ച്ചോറും വെച്ചു കൊടുക്ക്. ഞാൻ കടയിൽ പോട്ടെ. ഉമ്മ ശരി ടോളിമ്മ. ശരി നസിയേ. ഇരിക്കോളി. സമ്മതിച്ചു. എന്തായാലും ആ സ്ഥലം വെറുതെ കിടക്കല്ലേ. ആ സ്ഥലത്തിന്റെ വാടകയും കിട്ടും, പിന്നെ ലാഭത്തിന്റെ ഒരു ഷെയറും തരും. പിന്നെന്താണ്? മോളെ, ആ മട്ടൻ കറിയില്ലേ കുരുമുളക് നന്നായി ഇട്ടോ. നീ പറയണേലും കാര്യൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ നിന്നെ വിളിക്കാം. ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടാ? ഒരു 3 ലക്ഷം കടമായിട്ട് മതി. ഇപ്പൊ യുദ്ധം കാരണം ഗൾഫിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഇത്രയും കാലം ഇവിടെ നിന്നത് തന്നെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ കടം വാങ്ങിയിട്ടാണ്. അവർക്ക് ഇപ്പൊ ഓരോ ആവശ്യങ്ങളുള്ളത് കൊണ്ട് അവർ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ അത് കാരണം കടമായിട്ട് തന്നാ മതി. എന്റെ അടുത്ത് അതിന് എവിടെ നിന്നാ പൈസ? നീ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് നീ പൈസ അയച്ചതൊക്കെ നിന്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്കല്ലേ. എനിക്ക് വല്ല നക്കാപ്പിച്ച 5,000 10,000 തരും, അത്ര തന്നെ. അത് എന്റെ ചെലവിനുള്ളതേ ഉള്ളൂ. അത് മറ്റും നീ 3 ലക്ഷം ഒക്കെ എന്റെ അടുത്ത് ചോദിക്കുക പറഞ്ഞാ ഞാൻ എവിടെ നിന്നെടുത്ത് തരാനാണ്? ഉമ്മാന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിലേ ഉമ്മാന്റെ പേരിലുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അതിനകത്തിന് ഞാൻ ലോൺ എടുക്കട്ടെ. ഒരു വണ്ടി വാങ്ങിയിട്ട് ഇപ്പൊ തൽക്കാലം വാടകയ്ക്ക് ഓടാലോ. അതൊന്നും ഇപ്പൊ നടക്കില്ല. നീ വേറെ എന്തെങ്കിലും വഴി കാണും. എന്തൊരു ക്ഷീണം. ഞാൻ കുറച്ച് കിടക്കട്ടെ. പറയും പോലെ അവൾക്ക് സ്ഥലം എഴുതി കൊടുത്തിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞല്ലോ.
ആ പെണ്ണ് വിളിക്കണമില്ല, ആ വാടക പൈസയും തരുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവളെന്താ ഫോൺ എടുക്കാത്തത്? ഒന്നും കൂടി വിളിക്കട്ടെ. കൊറേ നേരമായില്ലേ ആ ഫോൺ റിങ്ങടിക്കണ്, അങ്ങോട്ട് എടുത്തൂടെ? അത് ഉമ്മയാണ് വിളിക്കുന്നത്. പൈസന്റെ കാര്യം ചോദിക്കാൻ തന്നെ ആയിരിക്കും. ഞാനൊന്നും എടുക്കണില്ല, വിളിക്കട്ടെ. ഇപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ പൈസ ചോദിച്ചാൽ എന്താ പറയുക? തരില്ല എന്നാ. അതിനെക്കാട്ടി നല്ലത് എടുക്കാണ്ടിരിക്കുന്നതാണ്. ശരി, ഞാൻ പോണു. പെണ്ണ് ഫോൺ എടുക്കണില്ല. എന്തായാലും ഒന്ന് അതുവരെ പോയി നോക്കാം. നീ എന്തെങ്കിലും മിണ്ടാണ്ട് നിൽക്കണത്? ഞാൻ എത്ര നേരമായി നിന്നെ കൊണ്ട് ചോദിക്കണത്? എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ കട ഇട്ടല്ലുള്ളൂ, അതിൽ കുറച്ച് വരുമാനമൊക്കെ വന്നു തുടങ്ങട്ടെ, അപ്പൊ തരാ. ഇപ്പൊ അങ്ങനെ കച്ചവടമൊന്നുമില്ല ആ കടയില്. ആര് പറഞ്ഞു കടയിൽ കച്ചവടമില്ലാന്ന്? ഞാനിങ്ങോട്ട് വരുമ്പോഴേ അവിടെയും കൂടി കയറിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അവിടെയൊക്കെ നല്ല കച്ചവടമുണ്ട്. ഈ ലാഭം കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ കടന്റെ കുറച്ച് അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് വേറെയും തുടങ്ങിയത്. എന്നിട്ടാണ് കടയിൽ കച്ചവടമില്ല എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വരുമാനിക്കേ വലിയൊരു ആഗ്രഹം, സൂപ്പർ മാർക്കറ്റ് തുടങ്ങാന്നേ. അപ്പൊ ഞാനും ഇട്ടോളാൻ പറഞ്ഞു. അല്ലാണ്ട് ആ കടയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടൊന്നും അല്ല ഇട്ടത്. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതുകൊണ്ട് ഇട്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ. നിന്റെ ആങ്ങളെ എന്റെ അടുത്ത് 3 ലക്ഷം ചോദിച്ചിട്ടും കൂടിയിട്ടേ അവരും ഒന്നും സഹായിക്കാൻ എന്നെ കൊണ്ടാകണില്ല. അവനിക്ക് അറിയൂല ഞാൻ നിന്റെ പേരിലേക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തന്നത്. അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് ആ സ്ഥലം എനിക്ക് തിരിച്ച് രജിസ്റ്റർ ചെയ്തതാ. എന്നിട്ട് അവനക്ക് ആ സ്ഥലത്തുനിന്ന് ലോൺ എടുത്തിട്ടേ അവനക്ക് എന്തോ കാറോ എന്തോ വാങ്ങാനാണത്ര, ഓടിക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക്. അവനക്ക് ഇനി ഗൾഫിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അവനെ ഒന്ന് സഹായിക്കണം. അതുകൊണ്ട് ആ സ്ഥലം എന്റെ പേരിലേക്ക് പെട്ടെന്ന് മാറ്റിത്താ. സ്ഥലമൊന്നും തിരിച്ചു തരില്ല. അല്ലെങ്കിൽ ഞാൻ വരുമാനത്ത് എങ്ങനെ പറയാ ഉമ്മ ആ സ്ഥലം തിരിച്ചു ചോദിക്കണമെന്ന്? മാത്രമല്ല ആ സ്ഥലം എന്റെ പേരിലുള്ളത് എനിക്കിതിരി അഭിമാനമാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ മുമ്പിൽ. ഉമ്മക്ക് തന്നെ ഒന്ന് ആലോചിച്ചൂടെ? അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആ സ്ഥലം എന്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. നീ എന്താ പറയുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ മുമ്പ് സംസാരിച്ചത്. ആ സ്ഥലത്തിന്റെ വാടക തരാ, കടയിലത്തെ ഷെയർ തരാന്നൊക്കെയല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് സ്ഥലം കഴിക്കലാക്കിയ നീ. പാവം, അവനും കൂടി അറിയില്ല ഒരു കാര്യവും. അവനിക്കും കൂടി അവകാശപ്പെട്ടതാണ് ആ സ്ഥലത്തിന്റെ അവകാശം. ഉമ്മ ചായ വെള്ളം കുടിച്ചിട്ടേ വേഗം പോകാൻ നോക്കി, വെറുതെ ഓരോന്നും പറഞ്ഞിട്ട്. ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യത്തിലെ ഒരു തീരുമാനം ഉണ്ടായിട്ട് തന്നെ പോണുള്ളൂ. എത്ര ദിവസം എടുത്താലും ശരി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്തൊരു കഷ്ടത്തിന് പറയട്ടെ. നിന്റെ ഉമ്മ വന്നിട്ടേ ഒരാഴ്ചയായല്ലോ, എന്താ പോണില്ലേ? ആ സ്ഥലം കിട്ടിയിട്ടേ പോണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഒറ്റക്കാലില്. ഇരുന്നോട്ടെ, എനിക്കെന്താണ്? ഞാൻ എന്തായാലും ആ സ്ഥലം കൊടുക്കാൻ പോണില്ല. ആ സ്ഥലം എനിക്ക് വേണം. മാത്രമല്ല ഉമ്മ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉപകാരം തന്നെ ഉള്ളൂ. ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ഉമ്മയും ചെയ്യണ്ടല്ലോ, അതെനിക്കൊരു സഹായം തന്നെയല്ലേ. എങ്ങനെ നോക്കിയാലും ഉമ്മ നമുക്ക് ഉപകാരം തന്നെ. ഉമ്മ ഇനി സ്ഥലം കിട്ടിയിട്ടല്ലേ പോണല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും ആ സ്ഥലം കൊടുക്കാനും പോണില്ലല്ലോ. ഉമ്മക്ക് അത് അറിയൂല. കിട്ടും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടേ ഞാൻ നേരത്തെ ഇവിടെ നിന്നുണ്ടായിരുന്ന പണിക്കാരി ഉണ്ടല്ലോ, അതിന് വരണ്ടാന്ന് പറഞ്ഞു. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞത് അതിന് സുഖമില്ല, വേറെ വീട്ടിലേക്കൊക്കെ പോകണം എന്നൊക്കെയാണ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞത്. ഉമ്മ അത് വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പണികൾ ഉമ്മ ചെയ്തോളും. ആ പൈസയും നമുക്ക് ലാഭമില്ലേ, പണിക്കാരൻ്റെ പൈസയും നമുക്ക് ലാഭം. എങ്ങനെ പോയാൽ കഴിഞ്ഞാലും ഉമ്മാനെ കൊണ്ട് നമുക്ക് ഉപകാരം തന്നെ ഉള്ളൂ എന്ന്. ഇവിടെ നിന്നോട്ടെ. 2 ദിവസം മുമ്പേ മീൻകറി വെച്ചപ്പോഴേ അതിൽ കുറച്ച് ഉപ്പ് ഞാൻ കൂടുതലിട്ട്. അപ്പോൾ ഉമ്മാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളിന്ന്. ആ പണിയും ലാഭം. എന്നാ പിന്നെ ഇരുന്നോട്ടെ അവിടെ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവളെ എന്നെ ഒരു പണിക്കാരനെ പോലെയാണ് കാണുന്നത്. എനിക്കറിയാം ആ സ്ഥലം വാങ്ങിച്ചെടുക്കാൻ. അത്ര സാമർത്ഥ്യം പാടില്ലല്ലോ. മുജീബേ, നീ ആ പ്രദീപ് വക്കീലിനെ പോയിട്ടേ ഒന്ന് കാണ്. എന്തിനാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഞാൻ നിന്റെ പെങ്ങളുടെ വീട്ടിക്ക് അന്ന് പോയില്ലേ, എന്റെ പേരിൽ കിടക്കണ ആ 20 സെന്റ് സ്ഥലവും ഇല്ലേ, ആ ഹൈവേന്റെ അടുത്ത്, അതെനിക്ക് ഇത്തിരി തരുമമ്മ. ഞാൻ വാടക തരാ. അതിലൊരു ഷെഡ് പോലെ കെട്ടിട്ടേ ഒരു ചെരുപ്പ് കടയിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആൾക്കാരും വരുമല്ലോ, എന്നാൽ തന്നെ ഇത്തിരി കച്ചവടം ഉണ്ടാവുള്ളൂ ഉമ്മ. അമ്മ വന്നിട്ടുണ്ടായിരുന്ന കേട്ടമ്മ, നിങ്ങളുടെ മകളുടെ ആഗ്രഹം.
ഉമ്മാന്റെ ആ സ്ഥലം ഉണ്ടല്ലോ ആ ഹൈവേത്തെ, അതിൽ ഞാൻ ചെരുപ്പക്കട തുടങ്ങണത്രേ. ഉമ്മാക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നറിയാം. അപ്പൊ ഞാനും വല്ലയിടത്ത് പറഞ്ഞേ ഉമ്മയും കൂടി ആ കടയിൽ വന്ന് നിൽക്കണമെങ്കിൽ മാത്രം തന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നു പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ കട ഇട്ടല്ലുള്ളൂ, അതിൽ കുറച്ച് വരുമാനമൊക്കെ വന്നു തുടങ്ങട്ടെ, അപ്പൊ തരാ. ഇപ്പൊ അങ്ങനെ കച്ചവടമൊന്നുമില്ല ആ കടയില്. നിന്റെ ഉമ്മ വന്നിട്ടേ ഒരാഴ്ചയായില്ലോ, എന്താ പോണില്ലേ? ആ സ്ഥലം കിട്ടിയിട്ടേ പോണല്ലോ എന്ന് പറഞ്ഞിട്ടേ വാശി പിടിച്ച് നിൽക്കണ്. ഞാൻ എന്തായാലും കൊടുക്കാൻ പോണില്ല. ഉമ്മ ഇവിടെ നിന്നോട്ടെ, എനിക്കെന്താണ്. മാത്രമല്ല ഉമ്മ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉപകാരം മാത്രം തന്നെ ഉള്ളൂ. വീട്ടുപണിയൊക്കെ ഉമ്മയും ചെയ്യണ്ടല്ലോ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി അവര് എന്നെ പറ്റിക്കായിരുന്നു എന്ന്. ഞാൻ ഈ 3 ലക്ഷം ചോദിച്ചതിന്റെ അതിന് സങ്കടമായിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്ത് ആ സ്ഥലത്തിന്റെ വാടകയൊക്കെ തരാന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ സ്ഥലത്തിന്റെ വാടകയില്ല, ഒന്നുമില്ല. എന്താ ഒരു കഷ്ടത്തിൽ പറയട്ടെ, ഞാൻ ഇങ്ങനെ ഒരു ഇത് അബദ്ധത്തിൽ പോയതൊന്നും വിചാരിച്ചില്ല. അവളുടെ വീട്ടിൽ പോയപ്പോ അവിടെ പനിക്കാരനെ പോലെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താ ഒരു മകളാണത്. ഓ, അപ്പൊ അവളുടെ പേഴ്സനോടുള്ള ആർത്തി ഇനിയും തീർന്നില്ലേ? ആ ശരി, ഞാൻ പോയി കാണാം. പോസ്റ്റ്. ആ ഇക്ക, ഉമ്മ നോക്ക്, നമ്മുടെ പേരിൽ കേസ് കൊടുത്തിരിക്കണു. ഉമ്മാന്റെ സ്ഥലം നമ്മൾ പറ്റിച്ചിട്ട് കൈക്കലാക്കി എന്നും പറഞ്ഞിട്ട്. തന്നെ ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല. നീ ഫോൺ വിളിച്ച് പറ ഉമ്മാന്റെ അടുത്ത്, കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കേസും കൂട്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ കച്ചവടത്തിനെ ബാധിക്കും. നീ ഉമ്മാനെ വിളിച്ച് പറ ആ സ്ഥലത്തിന്റെ പൈസ തരാന്ന്. സ്ഥലത്തിന്റെ പൈസ തരാന്ന് പറയേ? എത്ര? 1.5 കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും. 1.5 കോടിയാ? പിന്നെ അല്ലാണ്ട് ആ സ്ഥലത്തിന് നിനക്ക് എത്ര വില എന്നറിയോ? അതിനെക്കാട്ടി കൂടുതലുണ്ട് വില. നമുക്കിപ്പോ തൽക്കാലം 1.5 കോടി കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അത് പറയാലേ? അല്ലാണ്ട് പിന്നെ ആ കടയിലത്തെ വരുമാനം കൊണ്ടാണ് ഞാൻ ആ സൂപ്പർ മാർക്കറ്റ് ഒക്കെ തുടങ്ങിയത്. നമുക്ക് പൈസ പിന്നെ ഉണ്ടാക്കാം. ആ സ്ഥലം പോയി കഴിഞ്ഞാലേ എല്ലാം പോയില്ലേ? ഉമ്മ, നിങ്ങൾ എന്തിനാ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കണത്? ഞാൻ നിങ്ങളുടെ മകളല്ലേ. നിങ്ങൾക്കിപ്പോ സ്ഥലം വേണം, അത്രയേ ഉള്ളൂ. ആ, എനിക്ക് അത്രയേ ഉള്ളൂ. ഉമ്മ, ആ സ്ഥലത്തിന്റെ പൈസ തന്നാ മതി നിങ്ങക്ക്. മരുമാൻ എന്തായാലും ഇപ്പൊ അവിടെ കടയെ കിട്ടില്ലമ്മ. ഇനിയിപ്പൊ അതൊക്കെ പൊളിക്കാന്ന് പറയുമ്പോ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാവും. മരുമാന്റെ വീട്ടുകാരെന്ത് പറയുമ്മ? ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളല്ലേ. നിങ്ങക്ക് ആ സ്ഥലത്തിന്റെ പൈസ 1.5 കോടി തരാം, പോരെ? ആ, എന്നാ പൈസ തന്നാലും മതി. ആ ശരി. എന്നാലും നിന്റെ ഉമ്മ വല്ലാത്ത സാധനം തന്നെ. ഞാൻ അപ്ലൈ പറഞ്ഞതല്ലേ നിങ്ങളെ കൊണ്ട് ഉമ്മാനെ പറ്റിക്കാനാവില്ല എന്ന്. ഡാ മുജീബേ, അവര് ആ സ്ഥലം എടുത്തിട്ടേ ആ സ്ഥലത്തിന്റെ പൈസ തരാന്നാണ് പറയുന്നത്. ആ, എന്തെങ്കിലും ആവട്ടെ, നിന്റെ പെങ്ങള് തന്നെയല്ലേ. എന്തായാലും അവിടെ കടയൊക്കെ ഇട്ടല്ലോ. ആ, ഇനിയിപ്പോ സ്ഥലം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് പൈസ കിട്ടിയാ പോരെ. ആ പൈസയും കൊണ്ടേ നീ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ നോക്ക്. ഇനി നീ ഗൾഫിലൊന്നും പോകണ്ട.